മുടി വളരാൻ ആവശ്യമായ പോഷകമുള്ള ഭക്ഷ്യവസ്തു: തൈര്, മുട്ട, സവാള, ഉലുവ. മുട്ട. അമിതമായി വെയിൽ കൊണ്ടാൽ തകരാറിലാവുന്ന അവയവം: കരൾ, ശ്വാസകോശം, വൃക്ക, ഹൃദയം. വൃക്ക. പ്രമേഹമുള്ളവർക്ക് ദിവസവും കഴിക്കാൻ പറ്റിയ നട്ട്സ്: വാൽനട്ട്, ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത. വാൾനട്ട്. മലബന്ധമുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം: പൈൽസ്, അസിഡിറ്റി, അർഷസ്, വയറുവേദന. പൈൽസ്. കടലിലെ ചിക്കൻ എന്നറിയപ്പെടുന്ന മത്സ്യം: അയല, മത്തി, മുള്ളൻ, ചൂര. ചൂര. കാലപ്പഴക്കം ചെന്നാൽ ക്യാൻസർ ആവാൻ സാധ്യതയുള്ളത്: അൾസർ, ജലദോഷം, അസിഡിറ്റി, തലവേദന. അൾസർ. യൂറിക് ആസിഡ് ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത്: ചിക്കൻ, പരിപ്പ്, ബീഫ്, ഫ്രൂട്ട്. ബീഫ്. മൂക്കിൻ്റെ നിറം നോക്കി പ്രായം നിർണ്ണയിക്കാൻ പറ്റുന്ന മൃഗം: കടുവ, സിംഹം, ഒട്ടകം, കരടി. സിംഹം. മീനിൻ്റെ കൂടെ തൈര് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം: വൃക്കരോഗം, സ്കിൻ ക്യാൻസർ, സ്ട്രോക്ക്, അൾസർ. സ്കിൻ ക്യാൻസർ. മുഖകാന്തി വർദ്ധിക്കാൻ കഴിക്കേണ്ട ഫ്രൂട്ട്: പപ്പായ, മാമ്പഴം, ഓറഞ്ച്, സ്ട്രോബെറി. ഓറഞ്ച്. പാവപ്പെട്ടവൻ്റെ ഇറച്ചി എന്നറിയപ്പെടുന്നത്: സോയ ചങ്ക്സ്, കാട, ചിക്കൻ, ആട്. സോയ ചങ്ക്സ്. സമ്പൂർണ്ണാഹാരം എന്നറിയപ്പെടുന്നത്: തൈര്, പാൽ, പച്ചക്കറി, മുട്ട. പാൽ. ഷുഗറിൻ്റെ ആദ്യ ലക്ഷണം: അമിത ഉറക്കം, അമിതദാഹം, അമിതക്ഷീണം, അമിത വിശപ്പ്. അമിതദാഹം. ചെറുപ്പം നിലനിർത്താൻ ഒഴിവാക്കേണ്ടത്: മധുരം, കയ്പ്, എരിവ്, ഉപ്പ്. മധുരം. രഹസ്യ കോഡുകൾ നൽകി ആശയവിനിമയം നടത്തുന്ന പക്ഷി: മൈന, കാക്ക, പ്രാവ്, കുയിൽ. കാക്ക.